ഹലോ, വെൽക്കം ബാക്ക് ടു മലപ്പുറം ടേസ്റ്റ്. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പ ബിരിയാണി അല്ലെങ്കിൽ ബീഫ് കപ്പയുടെ റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത്. ഈ കപ്പ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുത്ത് അതിന് ക്ലീൻ ചെയ്തപ്പോൾ 1 കിലോ കിട്ടി. ആ 1 കിലോ കപ്പയെ ഇതുപോലെ ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ട് അതിനെ കവർ ചെയ്യാൻ പാകത്തിനുള്ള വെള്ളവും അതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം ഓരോ നാട്ടിൽ കിട്ടുന്ന കപ്പയുടെയും ടൈം വേറെ ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് വേവിച്ചെടുക്കുക. അതിനൊന്ന് അടച്ച് വെച്ചിട്ട് തിളക്കുന്നത് വരെ മീഡിയം ടു ഹൈ ഫ്ലെയിമിലും അതിനുശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വെക്കാം. ആദ്യം തന്നെ 1.5 കിലോ ബീഫ് എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കുക. 1.5 കിലോയിൽ 1/2 കിലോ മാത്രമാണ് ബോൺലെസ് എല്ലില്ലാത്തതും 1 കിലോ എല്ലോട് കൂടിയിട്ടുള്ള ബീഫുമാണ് എടുത്തിട്ടുള്ളത്. അല്പം എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് തന്നെ എടുക്കാൻ ശ്രമിക്കുക, എങ്കിലേ ആ കപ്പ ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് വരുള്ളൂ. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് കാണിക്കാം. നമ്മുടെ സാധാരണ എല്ലാ വീഡിയോസിലും ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റിൽ പിന്നാക്കിയും കൊടുക്കാറുണ്ട്. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ആദ്യം തന്നെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നോക്കിയിട്ട് അത് റെഡിയാക്കി വെച്ചതിന് ശേഷം കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു 5 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറിലേക്ക് 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അതിലേക്ക് ഒരു 15 ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്ത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അടുത്തതായി ഇതിലേക്ക് 2 ചെറിയ സവാള സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. വലുതാണെങ്കിൽ 1 മതി, ചെറുതായതുകൊണ്ട് ഞാൻ 2 എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് വഴറ്റുക. ഉള്ളി ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ വഴറ്റിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ട്രാൻസ്പാരൻ്റ് ആയിട്ട് കളർ ഇതുപോലെ ചേഞ്ച് ആയിട്ട് വരും. ആ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നേരത്തെ ഉണ്ടാക്കി വെക്കുന്നത് എങ്ങനെയാണെന്നും അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതൊക്കെ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പം അതും അതേ മെത്തേഡിൽ തന്നെ ജിഞ്ചറും ഗാർലിക്കും ഒരുമിച്ചാക്കുന്നതിന് പകരമായിട്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അതേ അളവിൽ തന്നെ എടുത്തിട്ട് സെപ്പറേറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. അത് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, കണ്ടു നോക്കുക. ഈ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് പൗഡേഴ്സ് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർക്കുക. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ചേർത്തു. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ റോസ് സ്മെല്ലൊന്ന് പോകുന്നത് വരെ വഴറ്റിയെടുക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൗഡേഴ്സ് ഇടുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലാക്കി വെക്കണം. അപ്പോൾ ഈ പൗഡേഴ്സൊക്കെ നന്നായിട്ട് റോസ് സ്മെല്ലൊക്കെ പോയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്ത ശേഷം ബീഫിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. അതിന് കൂടെ തന്നെ 1/2 കപ്പ് ബോയിലിംഗ് വാട്ടറൂടെ ചേർത്ത് കൊടുക്കണം. ഇതിൽ നിന്ന് തന്നെ ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഒരുപാട് സമയമായി ഇപ്പോൾ ഞാനിത് കഴുകി വെച്ചിട്ട്. അപ്പോൾ അതിനുള്ളിലുള്ള വെള്ളമൊക്കെ ഒരു നല്ലോണം പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് കഴുകി എടുക്കുന്ന ബീഫൊക്കെ ആണെങ്കിൽ ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, ബീഫിൽ തന്നെ വെള്ളം ഇറങ്ങി വരും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ അടുപ്പിക്കുക. അതിനുശേഷം തീ മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. പിന്നെ ഒരു 3 വിസിലും കൂടെ അടിച്ചിട്ടുണ്ടെങ്കിൽ ബീഫ് വെന്തിട്ടുണ്ടാവും. പിന്നെ എയർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ ബീഫിൻ്റെ വേവാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ ഓരോ സ്ഥലത്തും ഓരോ ടൈപ്പ് ഓഫ് ബീഫിനൊക്കെ അനുസരിച്ച് ഇതിൻ്റെ വിസിലിൻ്റെ എണ്ണത്തിൽ മാറ്റം വരാം. അപ്പോൾ അതനുസരിച്ച് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബീഫും കപ്പയും വെന്ത് വരുന്ന സമയത്ത് നമുക്ക് 1-2 ഇൻഗ്രീഡിയൻസ് കൂടെ റെഡിയാക്കി വെക്കാം. ഒരു പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കോക്കനട്ട് ഓയിൽ തന്നെയാണ് നല്ലത്. അതിലേക്ക് 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ തേങ്ങാക്കൊത്ത് ഇട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് ഓപ്ഷണലാണ്, ഇത് ഇട്ടാൽ ഒന്ന് ടേസ്റ്റ് ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ തേങ്ങാക്കൊത്ത് നന്നായിട്ട് വറുത്തെടുത്തിട്ട് കോരി മാറ്റി വെക്കാം. ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. ഇനി അടുത്തതായിട്ട് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും അതിനോടൊപ്പം അല്പം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് അതും കൂടെ ഒന്ന് വറുത്തെടുക്കുക. ഒരു ലോ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടുണ്ടെങ്കിൽ അതും നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടും. പിന്നെ ഇത് പാനിൽ തന്നെയാണ് വെക്കുന്നതെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷവും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇത് പിന്നെയും കരിഞ്ഞു പോകും.
അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് നമ്മുടെ കപ്പയുടെ അവസ്ഥ നോക്കാം. കപ്പ നമ്മൾ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കാം. കപ്പ നന്നായിട്ട് വെന്തതിന് ശേഷം വെള്ളം വാർത്തെടുക്കുക. അതിനുശേഷം കപ്പ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ ഞാനിത് വെള്ളം വാർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ ഉടച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഉടഞ്ഞു കിട്ടുന്ന രീതിയിൽ വെന്ത് കിട്ടണം കപ്പ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല കപ്പ തന്നെ ഉപയോഗിക്കുക. ഇനി നമ്മുടെ കുക്കർ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. വിസിലൊക്കെ പോയ ശേഷം കുക്കർ ഓപ്പൺ ആക്കിയിട്ട് ആ ഒരു കുക്കറിലുള്ള ബീഫ് വെന്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ വീണ്ടും വേവിച്ചതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഈ കപ്പയും ബീഫും കൂടെ ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ ഇതിൽ അല്പം വെള്ളം കാണുന്നുണ്ട്. അത് മിക്സ് ചെയ്ത ശേഷം നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് അടി പിടിക്കാത്ത രീതിയിൽ ഇതൊന്ന് വറ്റിച്ചെടുക്കുക. പിന്നെ വെള്ളം കൂടുതലാണെന്ന് വിചാരിച്ച് ഇതിൻ്റെ വെള്ളം ഒഴിവാക്കാൻ പാടില്ല. ഇതിൽ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. ഇതിൻ്റെ ബീഫിൻ്റെ ആ ഒരു ടേസ്റ്റ് ഈ ഒരു വെള്ളത്തിലാണുള്ളത്. അപ്പം വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വറ്റിച്ചെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് കപ്പ അവിടെ വറ്റിക്കാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കൊരു ടെമ്പറിങ് റെഡിയാക്കാം. അപ്പോൾ ഈ ഒരു ചൂടായ പാനിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം 10 ചെറിയുള്ളി സ്ലൈസ് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കപ്പയും ബീഫും കൂടെ മിക്സ് ചെയ്തേക്കുന്നത് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചതായിരുന്നു. അതിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങാക്കൊത്ത് ഇതിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ കോക്കനട്ടും കറിവേപ്പിലയും കൂടെ വറുത്ത് വെച്ചതുണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ടെമ്പറിങ് കൂടെ ഇതിന് മുകളിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ടേസ്റ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്ത ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതിനെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.